മുഖത്തിങ്ങനെ വെക്കുമ്പോൾ തന്നെ അലിഞ്ഞ് നമ്മുടെ സ്കിന്നുമായിട്ട് അങ്ങനെ ചേർന്ന് പോകുന്ന ഒരു സൂപ്പർ ഫേസ് പാക്കാണ് ഇത്. നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടുകൾ, അതുപോലെ തന്നെ കുറേ നാളായിട്ട് നമ്മൾ യാതൊരുവിധ സ്കിൻ കെയറും ചെയ്യാണ്ട് സ്കിന്നൊക്കെ നല്ല രീതിയിൽ ഡള്ളായി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി റെജുവിനേറ്റ് ചെയ്ത് റിപ്പയർ ചെയ്ത് നമ്മുടെ യഥാർത്ഥ ഗ്ലോ, സ്കിന്നിൻ്റെ ഗ്ലോ തിരിച്ച് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൽ എൻ്റെ റിയൽ ആയിട്ടുള്ള ഡിഫറൻസ് കാണിച്ചു തരാം. ആദ്യത്തെ യൂസിൽ തന്നെ നമുക്ക് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് അറിയാൻ പറ്റും. കണ്ടോ, ഞാനിപ്പോൾ ജസ്റ്റ് ആ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് ഒന്ന് വാഷ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സ്കിന്നൊക്കെ നല്ല മെഴുകു പോലെ ഇങ്ങനെ ഗ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. കോഫിയാണ് നമ്മുടെ ബേസ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഞാൻ ആദ്യമേ ഇതങ്ങ് റിവീൽ ചെയ്യുകയാണ്. കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. പിന്നെ നമുക്ക് കോഫിയൊക്കെ ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ആ ഒരു ഗ്ലോ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് സ്പെഷ്യലി നമ്മൾ കോഫി യൂസ് ചെയ്യുന്നത്. ഏതൊരു സ്കിൻ ടൈപ്പ് ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുള്ളൂ. ഒപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഒപ്പം എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി സ്കിന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം. എപ്പോഴും ഞാൻ പറയുന്നതാണ്, നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ക്ലീൻ ആയിരിക്കുമ്പോഴാണ് ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. മുടിയൊക്കെ കെട്ടിവെച്ചിട്ടും മുഖത്തും കഴുത്തിലും ഒക്കെ നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സ്കിന്നിൽ നന്നായിട്ട് ഒരു പാക്ക് പിടിക്കണം എന്നുണ്ടെങ്കിൽ ചെറിയൊരു നനവോട് കൂടി മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയൊരു നനവോട് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ്. ഏതൊരു കോഫി പൗഡർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇഷ്ടമുള്ള ഒരു കോഫി പൗഡർ എടുക്കുക. എന്നിട്ട് അതിന് വെറും 1 സ്പൂൺ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇപ്പം മുഖത്തും കഴുത്തിലും ആണെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് മതി. പക്ഷെ നമ്മൾ കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു 3 സ്പൂണൊക്കെ കോഫി പൗഡർ എടുക്കാം. ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മൾ അതുപോലെ കൂട്ടിയെടുക്കേണ്ടതുണ്ട്. അപ്പം ഞാനിവിടെ കോഫി പൗഡർ 1 സ്പൂൺ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗളിലോട്ട്. കോഫി പൗഡർ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് റെജുവിനേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും കുറേ നാൾ കൂടിയിട്ട് നമ്മുടെ ഒരു സൺ ടാൻ, പൊല്യൂഷൻ ഇതൊക്കെ കൊണ്ട് ഡൾ ഫേസ് ആയി പോയിട്ടുണ്ട്. മുഖത്തിനൊട്ടും തന്നെ ഒരു പ്രസരിപ്പില്ല, ഒന്ന് ഡള്ളായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്യാനായിട്ട് കോഫിക്ക് നല്ലതായിട്ട് നമ്മളെ സഹായിക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് അലോവേര ജെല്ലാണ്. ഞാനിത് എടുക്കുന്നതേ ഉള്ളൂ. നിങ്ങളിത് തന്നെ എടുക്കണം എന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു അലോവേര ജെല്ലും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് നാച്ചുറലായിട്ട് കറ്റാർ വാഴയുടെ നീരുണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതും എടുക്കാം. ആ ഇലയിൽ നിന്ന് ആ നീര് മാത്രം ഇങ്ങനെ നമുക്ക് എടുത്താൽ മതി. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു പാക്കിലോട്ട് അത് ചേർത്ത് കൊടുക്കാം. ഏതാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ എല്ലാം തന്നെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ കോഫി പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അലോവേര ജെല്ലാണ്. 1 സ്പൂൺ കോഫി പൗഡറിന് 1.5 സ്പൂൺ അലോവേര ജെല്ലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ മുതൽ 1.5 സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ജെല്ലി ആയിട്ടുള്ള ഒരു പാക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ വർക്കാകും. കുറച്ചുകൂടി ഡീപ്പായിട്ട് വർക്ക് ആവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് സൂപ്പറാണ് കേട്ടോ. നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു സ്ഥിരമായിട്ട് ഇടയ്ക്കൊക്കെ വേണമെങ്കിൽ മാത്രമായിട്ടും യൂസ് ചെയ്യാം. പിന്നെ നമുക്കിത് പാക്കായിട്ട് റെഗുലറായിട്ട് ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു കളർ കാണുമ്പോൾ തന്നെ എന്ത് രസമാണ്. കോഫിയുടെ ആ ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളർ, റിയലി സൂത്തിങ്. അത്രയും അടിപൊളി ഒരു പാക്കാണ്. നന്നായിട്ട് നമ്മുടെ ഒരു മണം, നമ്മുടെ മൂഡ് ലിഫ്റ്റൊക്കെ ആവാനായിട്ട് വൈകിട്ടൊക്കെ നമ്മൾ ഒരുപാട് ടയേർഡായിരിക്കുകയാണ്, സെൽഫ് കെയർ ഒന്നും ചെയ്യാണ്ട് ആകെ മൊത്തം ഡള്ളായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂഡ് ലിഫ്റ്റിനും അതുപോലെ സ്കിന്ന് കെയർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാം. കാര്യം കോഫി ആയതുകൊണ്ട് തന്നെ കോഫിയുടെ മണം അടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു എനർജി കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് യൂസ് ചെയ്യാം. അതോടൊപ്പം നമ്മുടെ സ്കിന്നിലുള്ള ആ ഡെഡ് സെൽസ്, ഒരു കരിവാളിപ്പൊക്കെ പോയി സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആയി തുടങ്ങുമ്പോൾ നമ്മൾ എത്ര തന്നെ ടയേർഡായിരുന്നാലും ആ ടയേർഡ്നെസ് ഒക്കെ നമ്മൾ മറക്കും. ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒട്ടും വയ്യ, ടയേർഡായിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ സ്കിൻ കെയർ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ തോട്ടിനെ ഓവർകം ചെയ്തിട്ട് നിങ്ങളൊരു പാക്കൊക്കെ ഇട്ട് കൊടുക്കുക. സ്പെഷ്യലി ഇതുപോലത്തെ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ഉണ്ടല്ലോ, പെട്ടെന്ന് നമ്മുടെ മൂഡ് മാറും, സ്കിന്ന് ഗ്ലോ ആകും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബ് കിട്ടും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് വർക്കാവുന്നതാണ്. സ്കിന്ന് ഗ്ലോ ആകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മൈൻഡും അതുപോലെ ബ്രൈറ്റർ ആവും.
അലോവേര ജെല്ല് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് സ്കിന്നിനെ റിപ്പയർ ചെയ്യാനും റെജുവിനേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് ഈ ഒരു പാക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്രഷ് വെച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം, അല്ല കൈ വെച്ചാണെങ്കിൽ അങ്ങനെയും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങൾ ഫസ്റ്റ് ആദ്യം ഒരു ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ലെയറും അപ്ലൈ ചെയ്ത് കൊടുക്കാനുണ്ട്. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം രണ്ടാമത്തെ ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഫസ്റ്റ് ലെയർ അപ്ലൈ ചെയ്യുമ്പോൾ ഇതാ കണ്ടോ, നല്ല തിന്നായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയും തിന്നായിട്ട് വേണ്ട, പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴാണോ ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ വീണ്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ എക്സാക്റ്റ് വേ. ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് ആദ്യ യൂസിൽ തന്നെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. പിന്നെ മടിയുള്ളവരാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ഒരൊറ്റ ലെയർ മാത്രം അപ്ലൈ ചെയ്ത് പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാണ്ടിരിക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു ബ്രഷെങ്കിലും യൂസ് ചെയ്തിട്ട് സ്കിന്നിൽ ഇതൊന്ന് പിടിക്കുമ്പോൾ, അതായത് ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ വീണ്ടും ഇതിൻ്റെ പുറത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരു 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് ഡ്രൈ ആയി തുടങ്ങും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ വിടരുത്. അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ് കൂടുമ്പോഴെങ്കിലും നമ്മളിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ടോട്ടൽ നമ്മളിത് വെച്ചേക്കേണ്ട, ഫസ്റ്റ് മുതൽ ടോട്ടലായിട്ട് നമ്മളിത് വെച്ചേക്കേണ്ട ഒരു 15 മിനിറ്റാണ്. 15 മിനിറ്റ് വരെ നിങ്ങൾക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ ചെയ്യുന്നതാണ് നല്ലത്. ഇത് നിങ്ങൾ രാത്രി കാലങ്ങളിൽ യൂസ് ചെയ്യുക. ഓയിലി സ്കിന്നാണെങ്കിലും ഡ്രൈ സ്കിന്നാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. നോർമൽ സ്കിന്നാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. സ്കിന്നിൻ്റെ ആ ഒരു കറുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഡള്ളായിട്ടുള്ള ഒരു ലെയർ ഉണ്ടല്ലോ, അതൊക്കെ പോയി നല്ല സൂപ്പർ വൈബ്രൻ്റ് ആയിട്ടുള്ള ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ കിട്ടാനായിട്ട് ഈ ഒരു പാക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് ഡ്രൈ ആകാനായിട്ട് വിടരുത്. അതുപോലെ തന്നെ ഡ്രൈ സ്കിൻകാരാണെങ്കിൽ അലോവേര ജെല്ലിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. അത് സ്കിന്നിനെ നന്നായിട്ട് റെജുവിനേറ്റ് ചെയ്യാനും റിപ്പയർ ചെയ്യാനും ഒക്കെ സഹായിക്കും. അതുപോലെ തന്നെ സ്കിന്നെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. ഡ്രൈ സ്കിൻകാരാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഈ ഒരു പാക്ക് മാത്രമായിട്ട് പറ്റില്ല, ഒന്ന് ഡ്രൈനെസ് പെട്ടെന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. ദെൻ നമ്മുടെ ഈ ഒരു പാക്ക് ഒരു 10 മിനിറ്റിനൊക്കെ മുന്നേ ആയിട്ട് ഡ്രൈ ആകുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, വരേണ്ടതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പുറത്തൂടെ തന്നെ ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് പോലെ വീണ്ടും ഒരു ലെയർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു മെത്തേഡിലാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നിങ്ങൾക്ക് എത്ര തവണയാണോ അപ്ലൈ ചെയ്യാനായിട്ട് തോന്നുന്നത് ആ ഒരു തവണ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സിമ്പിളാണ്, പക്ഷേ നമ്മളൊന്ന് കെയർഫുള്ളായിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ സ്കിൻ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് അടിപൊളിയായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ചൊന്ന് മടി മാറ്റി വെച്ച് ചെയ്ത് കൊടുക്കുക. ദെൻ ഒരു 10-15 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്യാം. സാധാരണ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി. ഐസ് വാട്ടറാണ്, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. നന്നായിട്ട് സ്കിൻ ഫ്രഷ് ആകും. അതുപോലെ തന്നെ ഡെഡ് സെൽസ് ഒക്കെ മാറി സ്കിന്നൊക്കെ ഒന്ന് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടിയത് കൊണ്ട് തന്നെ നന്നായിട്ട് ഗ്ലോ ആകുന്നത് പെട്ടെന്ന് അറിയാൻ പറ്റും. ഞാനിവിടെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടവൽ വെച്ച് ഫേസിൽ മുഴുവനും അതൊന്ന് തുടച്ച് മാറ്റുന്നുണ്ട്. ജസ്റ്റ് വെള്ളം മാത്രമാണ്. അപ്പോൾ അത് നമുക്ക് സെമി ഡ്രൈ ആക്കുന്ന രീതിക്ക് തുടച്ച് മാറ്റുക. എന്നിട്ട് സെയിം നമ്മൾ നേരത്തെ യൂസ് ചെയ്ത സെയിം അലോവേര ജെല്ല് തന്നെ ഞാനിപ്പോൾ എൻ്റെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഡ്രൈ സ്കിൻകാരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു നല്ല മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഏത് മോയ്സ്ചറൈസറാണോ യൂസ് ചെയ്യുന്നത്, ഏത് സ്കിൻ ടൈപ്പുകാരാണെങ്കിലും നിങ്ങൾ ഏതൊരു മോയ്സ്ചറൈസറാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കേട്ടോ, സ്കിന്നിൽ മുഴുവനായിട്ടും ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കയ്യിലും കഴുത്തിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിലും ബോഡി ലോഷൻ വെച്ച് നന്നായിട്ട് മോയ്സ്ചറൈസ് ആക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഒരിക്കലും ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. എന്ത് സ്കിൻ കെയർ ആണോ നിങ്ങൾ നൈറ്റ് ടൈമിൽ ചെയ്യുന്നത് അത് ചെയ്യുക. അത് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ എങ്കിലും അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കണം. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഈ ഒരു ഫേസ് പാക്ക് ഇട്ടതിൻ്റെ റിസൾട്ടും അതിൻ്റെ ആഫ്റ്റർ കെയറും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലത്തെ നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ ഇൻസ്റ്റൻ്റ് ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പറായിട്ടുള്ള റിസൾട്ടാണ്. ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ വേറെ കഠിനമായിട്ടുള്ള ഒന്നും ചേർക്കാത്തത് കൊണ്ട് രാവിലെയും നമുക്ക് യൂസ് ചെയ്യാം. പുറത്ത് പോകുമ്പോൾ ഉറപ്പായിട്ട് നമ്മളൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആകുന്നുണ്ട്, റെജുവിനേറ്റ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ യങ് ആയിട്ടുള്ള ഒരു ലുക്കും തരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ആഴ്ചയിൽ ഒരു 3 ദിവസം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ അന്നത്തെ ദിവസം രാവിലെ ഉറപ്പായും നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ. ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാ സ്കിൻ ടൈപ്പിനും എല്ലാ സ്കിൻ കളറിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അലർജി ഇല്ലയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.